എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫോക്ലോർ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. നാട്ടറിവ് രൂപങ്ങളെ ശേഖരിച്ചു കഴിഞ്ഞാൽ അവയെ ക്രമബദ്ധമായി മനസ്സിലാക്കാനും പഠിക്കാനും പല വിശകലന സാമഗ്രികളും ആവശ്യമായി വരും. ഓരോ കാലത്തും ഓരോ സൈദ്ധാന്തിക സമീപനങ്ങൾ അതിന് പ്രയോജനപ്പെടാറുണ്ട്. ഇവയെ നമുക്ക് പൊതുവെ ഫോക്ലോർ സിദ്ധാന്തങ്ങളെന്ന് പറയാം. പ്രധാനമായും 7 ഫോക്ലോർ സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. അതിൽ ഒന്നാമത്തത് സൗര പുരാവൃത്ത സിദ്ധാന്തം, 2 അനുഷ്ഠാന സിദ്ധാന്തം, 3 വ്യാപന സിദ്ധാന്തം അല്ലെങ്കിൽ ദേശാന്തര ഗമന സിദ്ധാന്തം അല്ലെങ്കിൽ ബെൻഫെ തിയറി, 4 പരിണാമ സിദ്ധാന്തം, 5 ഘടനാത്മക സിദ്ധാന്തം, 6 കെട്ടുമുറ സിദ്ധാന്തം, 7 നരവംശ സിദ്ധാന്തം. ഇതിൽ ഓരോന്നും അവതരിപ്പിച്ച സൈദ്ധാന്തികരുടെ പേരുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സൗര പുരാവർത്ത സിദ്ധാന്തം മാക്സ് മുള്ളറാണ് അവതരിപ്പിച്ചത്. രണ്ടാമത്തെ അനുഷ്ഠാന സിദ്ധാന്തം ആൻഡ്രൂ ലാങ്ങും WJ കോക്സുമാണ്. മൂന്നാമത്തെ ദേശാന്തര ഗമന സിദ്ധാന്തത്തിൻ്റെ വക്താവ് തിയോഡർ ബെൻഫെയാണ്. അത് ബെൻഫെ തിയറി എന്നും അറിയപ്പെടുന്നു. പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിനും ഹെർബർട്ട് സ്പെൻസറും മോർഗനുമാണ്. ഘടനാത്മക സിദ്ധാന്തം വ്ളാഡിമിർ പ്രോപ്പ് ലെവിസ്റ്റോസ്. കെട്ടുമുറ സിദ്ധാന്തം മിൽമേൻ പാരി. നരവംശ സിദ്ധാന്തം മോർഗണും ടൈലറുമാണ്. ഇനി ഈ ഓരോ സിദ്ധാന്തങ്ങളെയും വിശദമായി പഠിക്കാം. ആദ്യം സൗര പുരാവർത്ത സിദ്ധാന്തത്തെക്കുറിച്ച്. ജർമ്മനിയിലെ ജേക്കബ് ഗ്രിം, വില്യം ഗ്രിം എന്നിവരുടെ ഫോക്ലോർ പഠനത്തെ പിന്തുടർന്നുകൊണ്ട് ജർമ്മൻകാരനായ ഇംഗ്ലീഷ് പണ്ഡിതൻ മാക്സ് മുള്ളർ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് സൗര പുരാവർത്ത സിദ്ധാന്തം. ഫിലോളജിക്കൽ സ്കൂളിനോട് ബഹുമാനമായിരുന്ന സംസ്കൃത പണ്ഡിതനും ഭാഷാശാസ്ത്രകാരനുമായിരുന്നു മാക്സ് മുള്ളർ. മനുഷ്യൻ്റെ ചിന്തകളുടെയും ഭാഷയുടെയും വളർച്ചയ്ക്ക് 4 ഘട്ടങ്ങളുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. ഒന്നാം ഘട്ടമായ തീമാറ്റിക് ഘട്ടത്തിൽ ഭാഷ രൂപപ്പെട്ട് വ്യാകരണമടക്കം ഉരുത്തിരിയുന്നു. രണ്ടാം ഘട്ടമായ ഡയലക്റ്റിക് ഘട്ടത്തിൽ ഭാഷയുടെ അടിസ്ഥാന കുടുംബ രൂപവൽക്കരണം നടക്കുന്നു. മൂന്നാം ഘട്ടമായ മിത്തോളജിക്കൽ ഘട്ടത്തിൽ പുരാവൃത്തങ്ങൾ ഭാഷയിൽ രൂപം കൊള്ളുന്നു. നാലാം ഘട്ടമായ പോപ്പുലർ ഘട്ടത്തിൽ ഭാഷ ജനകീയമായി ദേശീയമായി വളരുന്നതിൻ്റെ സൂചന കാണുന്നുണ്ട്. 4 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ തീമാറ്റിക് ഘട്ടം, രണ്ടാമത്തെ ഡയലക്റ്റിക് ഘട്ടം, മൂന്നാമത്തേത് മിത്തോളജിക്കൽ ഘട്ടം, നാലാമത്തെ പോപ്പുലർ ഘട്ടം. അതിൽ മിത്തോളജിക്കൽ ഘട്ടത്തിലാണ് പുരാവൃത്തങ്ങൾ ഭാഷയിൽ രൂപം കൊള്ളുന്നത്. ജർമ്മൻ ഇന്ത്യൻ പുരാവൃത്തങ്ങളുടെ ആദ്യ രൂപങ്ങൾ കണ്ടെത്തുകയാണ് തൻ്റെ ഗവേഷണത്തിലൂടെ മുള്ളർ ചെയ്തത്. ഭാഷാപരമായ വീക്ഷണകോണിൽ അദ്ദേഹം മിത്തുകളുടെ അർത്ഥം വിശദീകരിച്ചു. മാക്സ് മുള്ളറുടെ നിരീക്ഷണത്തിൽ അർത്ഥവ്യത്യാസം എന്ന പ്രക്രിയയിലൂടെയാണ് പുരാവൃത്തങ്ങൾ ഉണ്ടാകുന്നു. അർത്ഥം വ്യഞ്ജിപ്പിക്കാനായി ബഹുമാന ശബ്ദരൂപവും സമാന ശബ്ദരൂപവും രൂപപ്പെട്ടു. ബഹുമാന ശബ്ദരൂപവും സമാന ശബ്ദരൂപവും രൂപപ്പെട്ടു. ബഹുമാന ശബ്ദരൂപം എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത മാനങ്ങളുള്ള ഒരു വാക്കിന് നിരവധി അർത്ഥം പ്രകടമാക്കുന്ന സങ്കല്പമാണ് ബഹുമാന ശബ്ദരൂപം. സമാന ശബ്ദരൂപം എന്ന് വെച്ചാൽ വൈവിധ്യമുള്ള പദങ്ങൾ ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് സൂര്യനുമായി ബന്ധപ്പെട്ടാണ്. സൂര്യൻ പ്രകാശിക്കുക എന്ന അർത്ഥത്തിൽ സൂര്യനെ പറ്റിയും പറയാം. അതേപോലെ തന്നെ ചിന്താദീപ്തിയെയും പ്രകാശിപ്പിക്കുക എന്നൊരു പദം കൊണ്ട് സൂചിപ്പിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ദായസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദേവതയെന്നും ആകാശമെന്നും സൂര്യനെന്നും വായുവെന്നും തിളക്കം എന്നൊക്കെ പറയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൂര്യകിരണങ്ങൾ വിരലുകളായും മേഘങ്ങൾ പർവ്വതങ്ങളായും കാർമേഘങ്ങൾ അകിടുകളോട് കൂടിയ പശുവായും ചിത്രീകരിക്കപ്പെടുമെന്നും വാദിച്ചു. ഇവയെല്ലാം പേരിൻ്റെ സൂചകങ്ങളാണ്. ഇതാണ് പുരാവൃത്തത്തിൻ്റെ കാതൽ. പ്രകൃതി പ്രതിഭാസങ്ങളെ അത്ഭുതാദരോടെ കണ്ട ആദിമ മനുഷ്യൻ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രഭാതം, രാത്രി തുടങ്ങിയവ ആധാരമാക്കി ആലങ്കാരിക പ്രയോഗങ്ങളും കഥകളും സൃഷ്ടിച്ചു. സൗരകേന്ദ്രീകൃതമായ വ്യാഖ്യാനകൃതമായ ശബ്ദതത്വങ്ങളെ ആധാരമാക്കി വേണമെന്ന് മാക്സ് മുള്ളർ അഭിപ്രായപ്പെട്ടു. സൗരകേന്ദ്രീകൃതമായ വ്യാഖ്യാനകൃതമായ ശബ്ദതത്വങ്ങൾ ആധാരമാക്കി വേണമെന്ന് മാക്സ് മുള്ളർ അഭിപ്രായപ്പെട്ടു. പൂർവ്വരാധയുടെ മുഖ്യ ഘടകം സൂര്യനാണെന്ന ബോധത്തിൽ നിന്നുമാണ് സൗരാരാധന രൂപം കൊണ്ടത്. മിത്തോപ്പിക് കാലഘട്ടത്തിൽ സൂര്യൻ, ആകാശം, പ്രഭാതം മുതലായവയെ ആധാരമാക്കി ദേവന്മാരെ സൃഷ്ടിച്ചെന്ന് മാക്സ് മുള്ളർ അഭിപ്രായപ്പെട്ടു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഭാഷയെ പ്രതീകാത്മകവും അമൂർത്തവുമാക്കി മാറ്റി. ഇങ്ങനെ പഴയ അർത്ഥതലങ്ങൾ നഷ്ടമായി പുതിയവ വന്നപ്പോഴുണ്ടാവുകയാണ് പുരാവർത്തങ്ങളെന്ന് മുള്ളർ അഭിപ്രായപ്പെട്ടു. ആര്യവംശജന്മാരുടെ പലായനം നിമിത്തം മൂലഭാഷയും അവരുടെ പൂർവ്വ പുരാവൃത്തവും പല ശാഖകളായി മാറുകയും വൈദിക കാല ദേവതകളുടെ പേരുകളുടെ പ്രാചീനാർത്ഥം മാറി വ്യക്തമല്ലാത്ത വിധത്തിൽ അത് പുരാവൃത്ത ശൈലിയിലും പഴഞ്ചൊല്ലുകളിലും മാത്രമാവുകയും ചെയ്തു എന്ന് മുള്ളർ അഭിപ്രായപ്പെടുന്നു. അതായത് പ്രാക്തന ആര്യന്മാരുടെ വാമൊഴി ആവിഷ്കാരത്തിൽ നിന്ന് പുരാവർത്തങ്ങൾ ഉണ്ടായി എന്ന് സാരം. ഇനി അനുഷ്ഠാന സിദ്ധാന്തത്തെക്കുറിച്ചാണ്. സൗര പുരാവർത്ത സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ട് ആൻഡ്രൂ ലാങ്ങും
W.J. കോക്സും അവതരിപ്പിച്ച സിദ്ധാന്തമാണ് അനുഷ്ഠാന സിദ്ധാന്തം. പ്രാചീനമായ അനുഷ്ഠാന ക്രിയയിൽ നിന്നാണ് സംസ്കാരവും കലയും ഉത്ഭവിക്കുന്നതെന്നാണ് ഈ സിദ്ധാന്തവാദികൾ വിശ്വസിക്കുന്നത്. അനുഷ്ഠാനത്തിൻ്റെ ശേഷിപ്പുകളും ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന അവയുടെ ആചരിക്കലും കൂടി ചേർന്നാണ് ഫോക്ലോർ എന്ന് ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സംസ്കാര രൂപീകരണവും കലയും അനുഷ്ഠാന ക്രിയയിൽ പ്രത്യേകിച്ച് ബലിയിൽ നിന്നുമാണ് പിറവെടുക്കുന്നത് എന്ന് ഈ സിദ്ധാന്തവാദികൾ പറയുന്നു. അനുഷ്ഠാനം പിന്നീട് വാമൊഴി പുരാവർത്തമായും തുടർന്ന് മൗലികമായും മാറുന്നു. ഉദാഹരണമായി നാടോടി നാടകങ്ങൾ നാടകീയ അനുഷ്ഠാനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നുവെന്ന് പറയാം. അതുപോലെ തന്നെ കാളിയൂട്ട് എന്നുള്ളത് അനുഷ്ഠാനത്തിൽ നിന്നാണ് രൂപപ്പെട്ടുവെന്ന് പറയാം. ഇനി അനുഷ്ഠാനം എന്നുള്ളത് ആദ്യ രൂപവും പുരാവർത്തം അതിൻ്റെ അനന്തരഫലവുമാണ്. ഈ അനുഷ്ഠാനത്തിൻ്റെയും പുരാവർത്തത്തിൻ്റെയും പാവനത നഷ്ടമാകുമ്പോൾ അത് കലയായി മാറുന്നു എന്ന് ഈ സിദ്ധാന്തവാദികൾ പറയുന്നു. എല്ലാ പുരാവർത്തങ്ങളും ആഖ്യാന രൂപങ്ങളും ഒരു കാലത്തെ അനുഷ്ഠാനങ്ങളിൽ നിന്നും രൂപം കൊണ്ടവയാണ്. കാലപരിവർത്തനത്തിൽ ചില അനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കപ്പെടുമെങ്കിലും പുരാവർത്തം പാട്ടായും കഥാഗാനമായും കഥയായുമൊക്കെ ശേഷിക്കുകയും ചെയ്യുമെന്ന് ഈ സിദ്ധാന്തവാദികൾ പറയുന്നു. ഇനി വ്യാപന സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ മറ്റു പേരുകൾ ദേശാന്തര ഗമന സിദ്ധാന്തമെന്നും ഏക സ്ഥലോദ്ഭവ സിദ്ധാന്തമെന്നും അല്ലെങ്കിൽ ബെൻഫെ തിയറി എന്നും പറയാം. അപ്പോൾ വ്യാപന സിദ്ധാന്തത്തിന് മറ്റു പേരുകളുണ്ട്. ആ പേരുകൾ തന്നെയാണ് ഇതിൻ്റെ ആശയവും. ദേശാന്തര ഗമന സിദ്ധാന്തം, ഏകസ്ഥല ഉദ്ഭവ സിദ്ധാന്തം, പിന്നെ ബെൻഫെ തിയറി. ഇനി ഇത് അവതരിപ്പിച്ചത് ജർമ്മൻ പണ്ഡിതനായ തിയോഡർ ബെൻഫെ ആണ്. അദ്ദേഹം പഞ്ചതന്ത്രം കഥകൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന സന്ദർഭത്തിൽ സംസ്കാരങ്ങൾ തമ്മിലുള്ള ആദാന പ്രദാനങ്ങളാണ് നാട്ടറിവ് വിനിമയങ്ങളിലൂടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പഞ്ചതന്ത്രം കഥകൾ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന സന്ദർഭത്തിൽ സംസ്കാരങ്ങൾ തമ്മിലുള്ള ആദാന പ്രദാനങ്ങളാണ് നാട്ടറിവ് വിനിമയങ്ങളിലൂടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. സംസ്കാരങ്ങൾ ഒരു സംസ്കാരത്തിൽ രൂപം കൊള്ളുന്നവയാണെന്നും യുദ്ധം, പലായനം, ദേശാടനം മുതലായവയിൽ സംസ്കാരങ്ങളുടെ വ്യാപനം സംഭവിക്കുന്നു എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ദേശാന്തര ഗമനം സാഹിത്യത്തിലൂടെ സംക്രമിക്കപ്പെടുന്നു എന്ന് നിരീക്ഷിക്കുന്നു. യൂറോപ്യൻ കഥകളുടെയും മറ്റ് സർഗാത്മകതയുടെ ഉറവിടം ഇന്ത്യയാണെന്നും ജനതയുടെ ദേശാന്തര ഗമനത്തിലൂടെയാണ് സാദൃശ്യമുള്ള കഥകൾ ലോകമെമ്പാടും പ്രചരിച്ചതെന്നും ബെൻഫെ അഭിപ്രായപ്പെടുന്നു. വാമൊഴി ആഖ്യാനങ്ങളുടെ വ്യാപനം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് സംക്രമിക്കുന്നത് സാംസ്കാരിക ബന്ധങ്ങൾ വഴിയാണ്. ഫിൻലൻഡിൻ്റെ കലേവാല ഇതിഹാസ പഠനത്തിന് ഇത്തരത്തിലുള്ള വ്യാപന സിദ്ധാന്തം ഏറെ സഹായകരമായിട്ടുണ്ട്. ദേശാന്തര ഗമനം വഴി കഥയുടെ തനിമ ഇല്ലാതാകുന്നുമില്ല, പക്ഷേ പുതിയ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ സ്വാധീനിക്കപ്പെടുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. ഇനി പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ചാൾസ് ഡാർവിൻ, മോർഗൻ, ഹെർബർട്ട് സ്പെൻസർ മുതലായവരാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ. ഈ സിദ്ധാന്തവാദികളുടെ പ്രത്യേകത, ഇവരുടെ സിദ്ധാന്തമനുസരിച്ച് കാടത്വത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി കിരാതത്വത്തിലേക്ക് മാറുന്നു. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി നാഗരികതയിലേക്ക് ഗോത്രവർഗം വികാസം പ്രാപിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദിമ സംസ്കാരം ഉണ്ടായിരുന്ന കാടത്വത്തിലാണ്. അതിൽ നിന്ന് ഘട്ടം ഘട്ടമായി കിരാതത്വത്തിലേക്കും അതിൽ നിന്ന് നാഗരികതയിലേക്കും ഗോത്രവർഗം വികാസം പ്രാപിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗോത്രവർഗം വികാസം പ്രാപിക്കുന്ന സമയത്ത് ഫോക്ലോറുകളും കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഈ പരിണാമ സിദ്ധാന്തം പറയുന്നുണ്ട്. അതായത് അപരിഷ്കൃത ജനതയുടെ ആചാരവിശ്വാസങ്ങളെ സംസ്കാര ഉന്നതി പ്രാപിച്ച ജനത അതിജീവിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ്, അതായത് ശേഷിപ്പുകളുടെ പഠനമാണ് ഫോക്ലോർ എന്ന് പരിണാമ സിദ്ധാന്തം വാദിക്കുന്നു. അപരിഷ്കൃത ജനതയുടെ ആചാരവിശ്വാസങ്ങളെ സാംസ്കാരിക ഉന്നതി പ്രാപിച്ച ജനത അതിജീവിച്ചതിൻ്റെ അവശിഷ്ടങ്ങളായാണ്, അതായത് ശേഷിപ്പുകളുടെ പഠനമായിട്ടാണ് ഫോക്ലോറിനെ അവതരിപ്പിക്കുന്നത് പരിണാമ സിദ്ധാന്തത്തിൽ. ഇനി മറ്റൊരു സിദ്ധാന്തമായ ഘടനാവാദം അല്ലെങ്കിൽ ഘടനാത്മക സിദ്ധാന്തം അതനുസരിച്ചാണെങ്കിൽ അതിൻ്റെ പ്രശസ്തനായ വക്താവ് നമുക്കറിയാം ഫെർഡിനാൻഡ് സൊസൂറാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതി കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന കൃതിയുണ്ട്. ആ കൃതി ഇവിടെ നേരിട്ട് ബന്ധമില്ല. ആ കൃതിയിൽ പ്രചോദിതനായ രണ്ട് സൈദ്ധാന്തികരാണ് ഘടനാത്മക സിദ്ധാന്തം ഫോക്ലോറിൽ അവതരിപ്പിച്ചത്. ആ രണ്ടു പേരുടെ പേര് ഒന്ന് വ്ളാഡിമിർ പ്രോപ്പാണ്, മറ്റൊന്ന് ലെവിസ്ട്രോസ് ആണ്. അതിൽ വ്ളാഡിമിർ പ്രോപ്പിൻ്റെ പ്രത്യേകത ഫോക്ലോർ പഠനത്തിൽ ഘടനാത്മക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഒരു കൃതി തന്നെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് മോർഫോളജി ഓഫ് ഫോക്ക് ടൈൽസ് എന്ന കൃതിയാണ് രചിച്ചിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഘടനാത്മകവാദത്തിൽ ഇദ്ദേഹത്തിൻ്റെ അലക്സാണ്ടർ പ്രോപ്പിൻ്റെ അഭിപ്രായം അനുസരിച്ച് റഷ്യൻ യക്ഷിക്കഥകൾ ഘടനാപരമായി 31 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ഓരോ നാടോടി കഥകളിലും നിശ്ചിതമായ ആരോഹണ ക്രമത്തിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് അല്ലെങ്കിൽ വിശകലനം ചെയ്ത റഷ്യൻ യക്ഷിക്കഥകളാണ്. അതിൽ അദ്ദേഹം കണ്ടെത്തുന്നത് അതിനകത്ത് 33 അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അതിനെ സാമാന്യവൽക്കരിച്ച് പറയുന്നുണ്ട്. എല്ലാ സ്ഥലത്തെ നാടോടി കഥകളിലും ഇതേപോലെ ഘടകങ്ങൾ ആവർത്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതിനെ ഘടനാപരമായി വിശകലനം ചെയ്യുന്നുണ്ട്. അത് ഘടനയുടെ തിരശ്ചീന തലം അല്ലെങ്കിൽ സിൻടാഗ്മാറ്റിക് വിശദീകരണം എന്ന രീതിയിൽ നമുക്കതിനെ പറയാം.
അതായത് മാനസിക ഭാഷയിൽ നിന്ന് ഘടകങ്ങൾ രൂപീകരിക്കാനുള്ള കഴിവ് മനുഷ്യന് ലോകമെമ്പാടും ഒരുപോലെയാണെന്നും മിത്തുകളും പ്രതീകങ്ങളും പ്രാചീന മനുഷ്യൻ്റെ ചുറ്റുപാടുകളുടെയും അനുഭവങ്ങളുടെയും ആവിഷ്കാരമാണെന്നും ഈ പറഞ്ഞിരിക്കുന്ന സൈദ്ധാന്തികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൽ ലെവിസ്ട്രോസിൻ്റെ അഭിപ്രായത്തിൽ ലെവിസ്ട്രോസ് ലംബതലത്തിൽ ആന്തരിക ഘടന കണ്ടെത്താൻ ശ്രമിച്ച ആളാണ്. പ്രത്യക്ഷമായി കാണുന്ന കഥകളിലല്ല, അവയ്ക്കുള്ളിലാണ് പൊരുളെന്ന വസ്തുത കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആശയവിനിമയ ശേഷിയുള്ള ഭാഷയാണ് മിത്തെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. സംസ്കാരവും ഭാഷാഘടനയും തമ്മിൽ ഗാഢബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഭാഷയുടെ വികാസത്തിലൂടെ സാംസ്കാരിക ഘടകങ്ങളെ മനസ്സിലാക്കാനുള്ള ഉപാധി കൂടി ലബ്ധമാക്കുന്നു. അതിലൂടെ മനുഷ്യൻ്റെ അബോധതലത്തിൽ ആശയത്തെ ഘടനാവാദം കണ്ടെത്തുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പൊതുവായി പറയുകയാണെങ്കിൽ ഫോക്ലോറിനകത്തും ചില ഘടനയുണ്ട്. ആ അടിസ്ഥാന ഘടനയുണ്ട്. ആ ഘടകങ്ങളെ കണ്ടെത്തുന്നത്, തിരശ്ചീന തലത്തിൽ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അലക്സാണ്ടർ പ്രോപ്പാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് മോർഫോളജി ഓഫ് കോക്ടെയിൽസ് എന്നാണ്. അതേസമയം ലെവിസ്ട്രോസ് അതിനെ ലംബതലത്തിൽ ആന്തരിക ഘടന കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് വെച്ചാൽ ഫെർഡിനൻഡ് സൊസൂറിൻ്റെ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സംസാരിക്കുന്നത് പ്രശസ്തമായ കെട്ടുമുറ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, വാമൊഴി രചനാ സിദ്ധാന്തം എന്നും പേരുണ്ട്. അതായത് വാമൊഴികളിലൂടെയാണ് കാലാകാലങ്ങളായി തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പാട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് ആയിരക്കണക്കിന് വരികളുണ്ട്. അപ്പോൾ ആ വരികൾക്ക് നഷ്ടം വരാതെ കൃത്യമായി അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കെട്ടുമുറ സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി. ഒരു നാടോടി ഗായകൻ തൻ്റെ ദീർഘമായ ആലാപന വേളയിൽ സാഹചര്യത്തിനൊത്ത് വരികളും വർണ്ണനകളും കൂട്ടിച്ചേർക്കുന്നതാണെന്ന് ഈ സിദ്ധാന്തം വെളിപ്പെടുത്തുന്നു. ഇതിൻ്റെ വക്താവെന്നറിയപ്പെടുന്നത് ക്ലാസിക്കൽ സാഹിത്യ നിരൂപകനായ മിൽമേൻ പാരിയാണ്. ഈ മിൽമേൻ പാരിക്ക് തുടർച്ചയായി ഈ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം വികസിപ്പിച്ചത് ആൽബർട്ട് ബി ലോഡാണ്. ഇനി മിൽമേൻ പാരി എന്നുള്ള യുവ നിരൂപകൻ ഹോമറുടെ കൃതികൾ വ്യാഖ്യാനം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു കെട്ടുമുറ സിദ്ധാന്തത്തിൻ്റെ സാധ്യതകൾ അദ്ദേഹം കണ്ടെത്തുന്നത്. അദ്ദേഹം പറയുന്നത് വാമൊഴി രചനാ സിദ്ധാന്തം പ്രധാനമായും 2 കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അതിലൊന്നാമത്തെ കാര്യം പാട്ടുകവികളുടെ രചനാ നവീകരണ പ്രക്രിയ. രണ്ടാമത്തത് വാമൊഴിപ്പാട്ടിൻ്റെ രചനാശില്പം. അപ്പോൾ രചനാ നവീകരണവും അതുപോലെ തന്നെ ശില്പത്തെ പറ്റിയും ഈ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം പറയുന്നുണ്ട്. ഇനി ഈ വാമൊഴിപ്പാട്ടുകൾ കെട്ടിയുണ്ടാക്കുന്ന കവിക്ക് ചില പ്രത്യേക തരത്തിലുള്ള തീമുകൾ, ഈ തീമുകളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പ്രകടനത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ആശയങ്ങളെയാണ്. അതുപോലെ തന്നെ ചില പ്രത്യേകതരം സൂത്രവാക്യങ്ങൾ, അതായത് നമ്മൾ പുരാതനമായ കൃതികൾ കണ്ടിട്ടുണ്ട്, ചില പദങ്ങളുടെ അവസാനത്തെ പദത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ അടുത്ത വരികളുടെ ആദ്യ പദം തുടങ്ങുന്നത്. അതൊരു സൂത്രവാക്യമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മിക്കാനും പെട്ടെന്ന് വാമൊഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചില സൂത്രവാക്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സൂത്രവാക്യങ്ങളും ഉണ്ടെന്ന് ഈ സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന 2 കാര്യങ്ങൾ പ്രത്യേക തീമുകളെ പറ്റിയും സൂത്രവാക്യങ്ങൾ അല്ലെങ്കിൽ ഫോമുലയെ പറ്റിയും പറയുന്നുണ്ട്. തീമുകളെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പ്രകടനത്തിൽ ഉപയോഗിക്കുന്ന ആശയങ്ങളുടെ സമൂഹമാണ്. ഇനി സൂത്രവാക്യങ്ങളെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ചില വരികൾ അവസാനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ അടുത്ത വരികൾ തുടങ്ങുക പോലുള്ള ചില സൂത്രവാക്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വാമൊഴിപ്പാട്ടുകൾ കെട്ടിയുണ്ടാക്കുന്ന കവിയുടെ പ്രത്യേകത, അവിടെ ഒരു സവിശേഷ ആശയം പ്രകടിപ്പിക്കാൻ ഒരേ സാഹചര്യങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളോ ശൈലികളോ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന പതിവായി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളോ ശൈലികളെയാണ് നമ്മൾ സാധാരണ സൂത്രവാക്യങ്ങൾ എന്നുകൊണ്ട് പറയുന്നത്. ഹോമറിൻ്റെ ഇതിഹാസങ്ങൾ പൂർണ്ണമായും കവിയിൽ നിന്ന് കവിയിലേക്ക് കൈമാറിയ ഇത്തരം സൂത്രവാക്യങ്ങൾ സമ്പന്നമാണ്. കൃതിയിലെ ഏതെങ്കിലും ഒരു ഭാഗം പരിശോധിച്ചാൽ അത് പാദങ്ങളുടെയോ പദാംശങ്ങളുടെയോ ശകലങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണെന്നും പുനർനിർമ്മിച്ചവയാണെന്നും ബോധ്യപ്പെടും. ഇപ്രകാരം നാട്ടറിവിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പര്യാലോചിക്കുന്ന സിദ്ധാന്തം എന്ന നിലയിൽ കെട്ടുമുറ സിദ്ധാന്തത്തിന് നിർണായക സ്ഥാനമുണ്ടെന്ന് പറയാം. ഈ സിദ്ധാന്തങ്ങളുടെ പേര് ഒന്നുകൂടെ പറഞ്ഞാൽ സൗരപുരാവർത്തന സിദ്ധാന്തം, അത് മാക്സ് മുള്ളറാണ് അവതരിപ്പിച്ചത്. ആ സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത സൂര്യനെ കേന്ദ്രമാക്കി പുരാവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കുന്ന സിദ്ധാന്തമാണെന്ന് മനസ്സിലായി. അനുഷ്ഠാന സിദ്ധാന്തം, അതായത് പുരാവർത്തനങ്ങൾ കടന്നു വന്നിരിക്കുന്ന അനുഷ്ഠാനം നിന്നാണെന്ന് മനസ്സിലാക്കുന്ന ആൻഡ്രൂ ലാങ്ങും W.J. കോക്സും അവതരിപ്പിച്ച സിദ്ധാന്തം. പിന്നെ ബെൻഫേ തിയറി അല്ലെങ്കിൽ വ്യാപന സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്ഥലത്താണ് സംസ്കാരം ഉണ്ടാകുന്നതെന്നും അത് വ്യാപനത്തിലൂടെ യുദ്ധത്തിലൂടെ ദേശാടനത്തിലൂടെയൊക്കെ വ്യാപനത്തിലൂടെയാണ് എല്ലായിടത്തും എത്തുന്നുവെന്ന് പറയുന്ന വ്യാപന സിദ്ധാന്തം. പിന്നെ പരിണാമം, കാലത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള പരിണാമത്തിലൂടെയാണ് ഈ സംസ്കാരവും കടന്നു വന്നിട്ടുള്ളതെന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം. പിന്നെ ഘടനാവാദത്തിൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന
ഘടനാത്മക സിദ്ധാന്തവും പിന്നെ അതുപോലെ തന്നെ കെട്ടുമുറ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫോമുലകളും തീമുകളുടെയും ബേസ് ചെയ്തിട്ട് ആണ് നാട്ടറിവുകൾ ഉണ്ടാകുന്നതെന്ന് പറയുന്ന കെട്ടുമുറ സിദ്ധാന്തവും പിന്നെ മനുഷ്യാവസ്ഥകളുടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യവംശ പഠനം അല്ലെങ്കിൽ നരവംശ പഠനം അനിവാര്യമാണെന്ന് പറയുന്ന നരവംശാസ്ത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.